അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇപ്പോൾ മനസ്സിലാക്കാനാകുന്ന ഹൈക്കമാൻഡ് ഇനി ഘടകകക്ഷികളുമായി കൂടി ഒരു കൂടിക്കാഴ്ച നടത്താനിരിക്കുന്നു. എടുത്ത തീരുമാനം നിങ്ങളടക്കമുള്ളവരോട് സംസാരിച്ച ശേഷം ആ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെയുള്ള ഡെവലപ്മെന്റിനെ എങ്ങനെയാണ് മുസ്ലിം ലീഗ് കാണുന്നത്? ഹൈക്കമാൻഡ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടിക്രമങ്ങളിൽ ടോട്ടലി സാറ്റിസ്ഫൈഡ്. നടപടിക്രമം പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലൈ ചെയ്തിട്ട് പിന്നെ ഘടകകക്ഷികളെ കേട്ടു, MLA-മാരെ കേട്ടു, നേതാക്കളെ കേട്ടു, അവരെ ഓരോരുത്തരെടുത്ത് ചർച്ച ചെയ്തു. ഇനി തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഘടകകക്ഷികളോട് ചർച്ച ചെയ്യുമെന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തതയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതോടുകൂടി ആ പ്രൊസീജിയറിലെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഞങ്ങൾക്ക് അതിനകത്ത് ഒരു ഡിസാറ്റിസ്ഫാക്ഷനും ഇല്ല. ആ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ടോട്ടലി സാറ്റിസ്ഫൈഡാണ്. ഞങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ടാകും. ഒരു തീരുമാനം എടുക്കുമ്പോൾ, ഒരു കൺക്ലൂഷനിലെത്തുമ്പോൾ അതിന് ഓരോ പാരാമീറ്റേഴ്സും നമ്മൾ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സും ചെല്ലുമ്പോൾ അത് പറഞ്ഞു കൊടുക്കും, അതിനെക്കുറിച്ച് അഭിപ്രായം പറയും. ആ അഭിപ്രായങ്ങളെല്ലാം സ്വരൂപിച്ചിട്ടാണ് തീരുമാനത്തിലേക്ക് എത്തുന്നത്. അത്തരം വിഷയങ്ങളാണ് ചർച്ചകളുടെ ലക്ഷ്യം. അതാണല്ലോ ഞങ്ങളതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ഒരു വ്യൂ പോയിൻ്റ് ഞങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ വ്യൂ പോയിൻ്റ് കൺസിഡർ ചെയ്യപ്പെടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു കൺസിഡറേഷനിലൂടെ ഒരു തീരുമാനമെടുക്കുന്നതിൻ്റെ ഭാഗമായി വീണ്ടും ഞങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് വെല്ലാൻ കൂടെ അതിൻ്റെ പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ ഒരു കാരണവശാലും UDFൻ്റെ സംവിധാനത്തിൽ ജനങ്ങളും UDF പ്രവർത്തകരും UDF നേതാക്കളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എപ്പോഴും ഒരു കൺസെൻസസ് ഉണ്ടാകണം, എല്ലാവരും ചേർന്ന് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ലീഗിനെ സംബന്ധിച്ച് ലീഗ് അത് ഉണ്ടാകണം. UDFന് ഒരു ശക്തിയായ നിലനിൽപ്പ് ഉണ്ടാകേണ്ടതുണ്ട്. ഈ ഒരു 5 വർഷത്തെ പോക്കല്ല, ഒരു 10 വർഷം കൊണ്ട്, ഈ 10 വർഷം കൊണ്ടുണ്ടായ ഡാമേജിൽ നിന്നും ഈ സംസ്ഥാനത്തെ കരകയറ്റണമെങ്കിൽ ഒരു 10 വർഷത്തെ പ്രവർത്തനം ഇനി ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമ്മൾ നടത്തണമെന്നുണ്ട്. നേരത്തെ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ പ്രൊസീജിയർ കണ്ടപ്പോൾ പ്രകാശൻ മാസ്റ്റർ ഒക്കെ തോന്നി ഇതെന്തൊരു വലിയൊരു തെറ്റ് ചെയ്യുന്നു എന്നാണോ നിങ്ങൾ തോന്നുന്നത്? ഇത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടിയാണ് ഈ കാണുന്നത്. നിങ്ങൾ പറയുന്ന ഒരു അടിച്ചേൽപ്പിക്കലൊന്നുമില്ല. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ പറയുന്ന സ്മൃതി, ഈ തെരുവിൽ കാണുന്ന വിഷയങ്ങളൊക്കെ ഈ കോൺഗ്രസ് പാർട്ടിയുടെയും UDFൻ്റെയും ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ സ്വാതന്ത്ര്യം കൂടുതലാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം കൂടുതലാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എക്സീഡ് ചെയ്യാൻ പാടില്ല, ലിമിറ്റ് എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത്. പക്ഷെ ആ സ്വാതന്ത്ര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CPM അങ്ങനെയല്ല. CPM-ന് വാ തുറക്കാൻ പറ്റില്ലല്ലോ. CPM-ന് ഇരിക്കുന്ന മന്ത്രിക്ക് അറിയില്ലല്ലോ PM ശ്രീ ഒപ്പിടുന്നത്. PM ശ്രീ ഒപ്പിടുന്ന അറിയുന്നില്ലല്ലോ. കനത്ത പരാജയത്തിനൊടുവിൽ അവർക്ക് ഒരു ജീവൻ വെച്ചു. ഇപ്പോൾ നിങ്ങളുടെ ഈ തമ്മിലടി കാരണം അവർക്ക് നന്നായി പ്രതികരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ സൃഷ്ടിച്ചു. അത് മറക്കണ്ട. ശ്രീ M പ്രകാശിന്റെ നല്ല ഊർജ്ജസ്വലതയുടെ പ്രതികരണം അങ്ങ് കണ്ടല്ലോ. ആ ഒരു ആവേശം, ആ ഒരു ഊർജ്ജം നിങ്ങൾ കൊടുത്തതാണ്. ആ ഊർജ്ജം നിങ്ങൾ ഇനി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നന്നാവും. അത്രയും ജനം കൊടുത്ത ഷോക്കിന് മറുപടി ആവില്ല അതൊന്നും. നിങ്ങൾ തരുന്ന ഷോക്കിനി തുടരാതിരിക്കട്ടെ, വളരെ വേഗം തീരുമാനത്തിലെത്തട്ടെ. നമുക്ക് സമയം കഴിഞ്ഞുകൊണ്ടാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് VR അനൂപ്, ശ്രീ M പ്രകാശൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ചർച്ചയിൽ പങ്കെടുത്തത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.